തലമാറിയിട്ടും ഗ്രൂപ്പ് യുദ്ധത്തിന് അറുതിയില്ല എന്നതാണ് സംസ്ഥാന ബി.ജെ.പിയുടെ ഒന്നാമത്തെ പ്രശ്നം. രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി പോരാണ് ബി.ജെ.പിക്ക് പുതിയ തലവേദന. സുരേഷ് ഗോപിയുടെ ഒറ്റയാൻ പോക്കിലും കലുങ്ക് സദസ്സിലെ തോന്നുംപടി വർത്തമാനത്തിലും കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന അധ്യക്ഷൻ. ചന്ദ്രശേഖർ ഗ്രൂപ്പില്ല എന്ന് പ്രഖ്യാപിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം വന്നതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് പല മടങ്ങ് കൂടിയെന്നും എതിർപക്ഷം തിരിച്ചടിക്കുന്നു. സുരേഷ് ഗോപിയെ പിന്തുണച്ച് കെ സുരേന്ദ്രൻ, വി മുരളീധര വിഭാഗവും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കൃഷ്ണദാസ് പക്ഷവും നിലയുറപ്പിക്കുന്നു. പോർമുഖത്തുള്ളവരുടെ പേരേ മാറിയിട്ടുള്ളൂ, പോരിന് കുറവില്ല എന്നതാണ് സ്ഥിതി. ആദ്യം ആർഡെക്സ് റാപ്പ് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ അക്കൗണ്ട് തുറന്നു. തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി. ആറ്റിങ്ങലും ആലപ്പുഴയിലും ഇടത് വലത് മുന്നണികളെ വിറപ്പിച്ച പ്രകടനം. ഏറെ മനക്കോട്ട കെട്ടിയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തന്ത്രമൊരുക്കുന്നത്. പക്ഷേ സംസ്ഥാന തലത്തിലെ പടലപ്പിണക്കങ്ങളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒറ്റയാൻ പോക്കും ബി.ജെ.പിക്ക് ചില്ലറയൊന്നുമല്ല തലവേദനയാകുന്നത്. പോരാത്തതിന് സാധാരണക്കാരോടും പാർട്ടി പ്രവർത്തകരോടും സുരേഷ് ഗോപി മോശമായി പെരുമാറുന്നുവെന്ന പരാതിയും. കലുങ്ക് സൗഹൃദ സദസ്സിനിടെ വയോധികനെ അപമാനിച്ചതിൽ സുരേഷ് ഗോപിക്കും പാർട്ടിക്കും ഉത്തരം മുട്ടി. എന്നിട്ടും സംസ്ഥാന നേതൃത്വത്തെ പാടെ അവഗണിച്ചാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനമെന്നാണ് പരാതി. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള ധൂർത്ത് ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപി അനുകൂലികളുടെ മറുപടി. പണച്ചിലവ് 4 ഇരട്ടി കൂടിയെന്നാണ് വിമർശനം. ഇരുപക്ഷത്തോടും താൽപര്യമില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ നിലയുറപ്പിക്കാതിരിക്കാൻ കെ സുരേന്ദ്രൻ, വി മുരളീധര വിഭാഗം സുരേഷ് ഗോപിയെയാണ് പിന്തുണയ്ക്കുന്നത്. ആർഡെക്സ് റാപ്പ് ന്യൂസ് മലയാളം. പാർട്ടിയേക്കാൾ വലിയ മന്ത്രി കളിക്കുന്നു സുരേഷ് ഗോപി എന്ന വിമർശനം പാർട്ടിക്കകത്തുണ്ട്. തുടക്കം മുതൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വവുമായി ഒത്തുപോകാത്ത സുരേഷ് ഗോപി ശൈലിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ചയാകുന്നത്. കെ സുരേന്ദ്രൻ പ്രസിഡന്റായ കാലത്തും സുരേഷ് ഗോപിയുമായി അസ്വാരസ്യം ഉണ്ടായിരുന്നു പാർട്ടി നേതൃത്വത്തിന്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനം പാർട്ടിയുമായി ആലോചിക്കാതെയാണ് എന്ന പരാതിയാണ് പ്രധാനമായിട്ടും വരുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് അർഹിക്കുന്ന പരിഗണന സുരേഷ് ഗോപി നൽകുന്നില്ല എന്ന പരാതിയുമുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായി സുരേഷ് ഗോപിക്ക് ആശയവിനിമയമില്ല എന്ന പരാതി പാർട്ടിക്കകത്തുണ്ട്. സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നുവെന്ന് സുരേഷ് ഗോപി അനുകൂലികൾക്ക് പരാതിയുമുണ്ട്. കോർ കമ്മിറ്റിയിലും സുരേഷ് ഗോപിയെ പിന്തുണക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ് പാർട്ടിക്കകത്തെന്ന് കേൾക്കുന്നു. സുരേഷ് ഗോപിക്കൊപ്പം നിലയുറപ്പിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് രംഗത്തെത്തിയിട്ടുണ്ട്. എയിംസ് സ്ഥാപിക്കുന്ന സ്ഥലത്തെ ചുറ്റിയാണ് സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ പോര് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. എയിംസ് തൃശ്ശൂരിലല്ലെങ്കിൽ ആലപ്പുഴയിലാണ് വേണ്ടത് എന്ന് വാദിച്ച് സുരേഷ് ഗോപി രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സർക്കാർ സ്ഥലം അനുവദിച്ചില്ലെങ്കിൽ തമിഴ്നാടിന് നൽകുമെന്ന് കൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ പാറശാലയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപിയുടെ പ്രവൃത്തികൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നെന്ന ഔദ്യോഗിക വിഭാഗത്തിന് വലിയ പരാതിയുള്ള മറ്റൊരു കാര്യം ഈ കലുങ്ക് സൗഹൃദ സദസ്സുമായി ബന്ധപ്പെട്ടാണ്. വയോധികനെ അപമാനിച്ചതിൽ രാജീവ് ചന്ദ്രശേഖറിന് കടുത്ത അതൃപ്തിയുണ്ടായി. സുരേഷ് ഗോപി എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നറിയില്ല എന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ബി.ജെ.പി ഹെൽപ്പ് ഡെസ്കുകളിൽ പരാതിയും നിവേദനവും നൽകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്തു. സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി കെ സുരേന്ദ്രനും വി മുരളീധര വിഭാഗവും എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ് എന്നിവർക്ക് പുറമെ കൃഷ്ണദാസ് പക്ഷവും രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ് നേതൃതലത്തിൽ. സുരേഷ് ഗോപി പാർട്ടി വിരുദ്ധമായി പ്രസ്താവനകൾ ഇറക്കുന്നു എന്ന ഔദ്യോഗിക വിഭാഗത്തിന് നല്ല പരാതി ഈ ഘട്ടത്തിലുണ്ട്. നേതാക്കളുടെ ചേരിപ്പോരിൽ ഇടപെടാൻ സാധിക്കാതെയാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത് എന്നുകൂടെയാണ് കേൾക്കുന്നത്. ഇതിനകത്ത് ഇത് കുറച്ചുകൂടെ എല്ലാ കാലത്തും ബി.ജെ.പിക്കകത്ത് ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി എന്നൊരു ടവറിംഗ് പേഴ്സണാലിറ്റി, ആദ്യത്തെ എം.പി, വലിയ സൂപ്പർ താരം വന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തതയുള്ള ഗ്രൂപ്പ് കളിയായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഗ്രൂപ്പില്ലാത്ത 2 പേർ, രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും. അവർക്കിവിടെ അണികളോ പ്രത്യേകിച്ച് ഗ്രൂപ്പോ ഒന്നും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇല്ലാത്ത 2 പേരാണ്. നേതൃത്വം ഇവിടേക്ക് അവതരിപ്പിച്ചത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖറും, ഇവിടെ എം.പി ആയതുകൊണ്ട് സുരേഷ് ഗോപിയും, അവർ 2 പേരും വളരെ പ്രധാനപ്പെട്ടവരായി മാറി കേരളത്തിലെ ബി.ജെ.പിയിൽ. ഇവിടെ കേരളത്തിലെ ബി.ജെ.പിയിൽ സംഘടനയെ കൊണ്ട് നടക്കുന്നതും പണിയെടുക്കുന്നതും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ നേരത്തെ ഗ്രൂപ്പ് ഉള്ളവർ തന്നെയാണ്. അതായത് ഇപ്പോൾ വി മുരളീധര പക്ഷം എന്ന് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ വിശേഷിപ്പിക്കുന്ന, അതിന് മുമ്പും വേറെ പക്ഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ വി മുരളീധര പക്ഷം എന്ന് വിശേഷിപ്പിക്കുന്ന സുരേന്ദ്രൻ അടക്കമുള്ള അങ്ങനെ കുറേ നേതാക്കന്മാരുടെ ഒരു വലിയ നിര. അപ്പുറത്ത് കൃഷ്ണദാസ് പക്ഷം എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശും അടക്കമുള്ള കുറേ നേതാക്കന്മാരുടെ മറ്റൊരു നിര. ആ താഴോട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്, അവരൊക്കെ തന്നെയാണ് കേരളത്തിൽ പണിയെടുത്ത് സംഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൂടിയാണ് ഇവരെ വിജയിപ്പിക്കുന്നതും കൊണ്ടു നടക്കുന്നതുമൊക്കെ. അപ്പോൾ അവരുടെ ഇപ്പോൾ എന്താണ് ഇരുപക്ഷവും ഈ നേതാക്കളുടെയും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ സുരേഷ് ഗോപിയെ പ്രത്യേകിച്ച് പുകഴ്ത്തി കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നും വി മുരളീധരനോ കെ സുരേന്ദ്രനോ ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ മറുപക്ഷം, അതായത് കൃഷ്ണദാസ് പക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഴുവൻ നേതാക്കന്മാരും ഏതാണ്ട് ഒറ്റക്കെട്ടായി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി അവരെ സംഘടനയുടെ അധികാരങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു മറുപക്ഷം.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ആരോപണങ്ങളെല്ലാം നിലവിലുള്ളതുമാണ്. രാഷ്ട്രീയം അറിയില്ല രാജീവ് ചന്ദ്രശേഖറിന് എന്ന വിമർശനം നേരിട്ടും അല്ലാതെയും ഒക്കെ BJPയിൽ ഉയരുന്നുണ്ട്. അതിപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണം. അതായത് NSSൻ്റെയും SNDPയുടെയും ഒക്കെ നിലപാട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. നേരത്തെയുള്ള നേതാക്കന്മാരെല്ലാം അങ്ങനെയാണോ പ്രതികരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. കാരണം ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടായപ്പോൾ ഇവിടെയുള്ള സകല നേതാക്കന്മാരും അത് വിധിക്കൊപ്പമായിരുന്നു, RSS അടക്കം. അപ്പോൾ അന്ന് PS ശ്രീധരൻപിള്ളയാണ് സംസ്ഥാനത്തെ അധ്യക്ഷൻ. PS ശ്രീധരൻപിള്ളയും ആദ്യഘട്ടത്തിൽ അവിടെയാണ്. പക്ഷേ തന്ത്രപരമായി NSSൻ്റെ നിലപാട് എന്താണെന്ന് അറിയുമ്പോൾ പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് അനുകൂലമായി പോസ്റ്റ് ഇട്ടിരുന്നു. അതല്ല, തന്ത്രപരമായി അന്ന് അധ്യക്ഷനായിരുന്ന PS ശ്രീധരൻപിള്ള അപ്പോൾ തന്നെ എന്താണ് ഈ NSSൻ്റെ നിലപാടിനനുസരിച്ച് അത് സുവർണാവസരം എന്ന നിലപാടെടുത്ത് മാറി. അപ്പോൾ അങ്ങനെ ഒരു വഴക്കം കാട്ടി. പക്ഷേ ഇത്തവണ അതിന് പോലും പറ്റാത്ത വിധത്തിൽ ശക്തമായി ആഞ്ഞടിച്ച് ഈ അയ്യപ്പ സംഗമത്തിനെതിരായ ഒരു പ്രതികരണം. മാത്രമല്ല അത് കോടതി വിധിയാണ്. ഇതങ്ങനെയല്ലോ, CPMൻ്റെ ഒരു സർക്കാരിൻ്റെ നീക്കവും നടപടിയുമാണ്. അപ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ചതിന് ശേഷം പിന്നൊരു തിരിച്ചുപോക്കില്ല. അപ്പോൾ ആ നിലപാട് ഇപ്പോൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ആരാണ് ഈ അയ്യപ്പ സംഘത്തിനെതിരെ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. MT രമേശാണ് അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് പരമാവധി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി വേറെ പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇപ്പുറത്ത് സ്വാഭാവികമായും ഒരു യുക്തി നോക്കിയാൽ ഇങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഒരു സാമാന്യ ജനം കരുതുക. കാരണം ഈ സമയത്ത് ഇങ്ങനെ കയറി അയ്യപ്പ സംഗമത്തിന് അത് വേണ്ടെന്ന് പറയാൻ പാടില്ലായിരുന്നു, NSS SNDPയും ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുമ്പോൾ എന്ന് തന്നെയാണ് സാധാരണ അണികൾ, അതായത് ഈ ഹിന്ദു ഭൂരിപക്ഷത്തിനകത്താണല്ലോ BJPയുടെ അണികൾ കിടക്കുന്നത്, അവർ കരുതുക. ഈ തർക്കം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം സുരേഷ് ഗോപിക്ക് ഒരു സംവിധാനത്തെ നയിച്ചു കൊണ്ടുപോകാനുള്ള ശേഷി ഇല്ല എന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഇതിനെ നയിച്ച് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാനൊന്നും പോകുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നിടത്തെത്താനാണ് സാധ്യത. അത് തന്നെയാണ്. സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് മോശക്കാരനാണെന്നുള്ള അഭിപ്രായം ഒന്നും പറയാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇല്ലല്ലോ അങ്ങനെ അഭിപ്രായം. കാരണം സുരേഷ് ഗോപി നമ്മൾ എത്ര കാലമായിട്ട് കാണുന്ന അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നും അറിയില്ല. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ നേതാവാണല്ലോ നരേന്ദ്രമോദി. അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് ഒരാൾ പറയാണ്, സാർ താങ്കൾ എൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അല്ല, ഞാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുമോ? ഇല്ല, നിങ്ങളടക്കമുള്ള സാധാരണക്കാരായ പ്രധാനമന്ത്രിയാണ് ഞാൻ എന്ന് പോലുമല്ല മോദി പറയുക. ഞാൻ നിങ്ങളടക്കമുള്ള സാധാരണ ജനങ്ങളുടെ പ്രധാന സേവകനാണ് എന്നാണ് മോദി പറയുക. ഇദ്ദേഹം എന്താ പറയുന്നത്? ഞാൻ ഭാരതത്തിൻ്റെ മന്ത്രിയാണ്, നിങ്ങളുടെ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു സുരേഷ് ഗോപിയോട് നമുക്ക് വലിയ ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കുക? ഞാൻ രാജീവ് ചന്ദ്രശേഖരനാണല്ലോ പൊളിറ്റീഷ്യൻ എന്ന മട്ടിൽ നിൽക്കേണ്ടി വരും. കുന്നോളം കിട്ടാൻ ആകാശത്തോളം ആഗ്രഹിക്കണമെന്നാണ് ലൈഫ് സ്കിൽ പുസ്തകങ്ങളിലും പോസിറ്റീവ് തിങ്കിങ് ഗുരുക്കന്മാരുടെ കോർപ്പറേറ്റ് പ്രസംഗങ്ങളിലുമൊക്കെ പറഞ്ഞു കേൾക്കാറ്. വലിയ ആഗ്രഹങ്ങളുള്ള പാർട്ടിയാണ് BJP. 30 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും എന്നായിരുന്നു മുൻ അധ്യക്ഷൻ്റെ സ്വപ്നം. മെട്രോമാൻ E ശ്രീധരന് വേണ്ടി മുഖ്യമന്ത്രി ഓഫീസ് തുറന്നവരാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഒരു മുറിയും ഒരുക്കിയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. ആവശ്യത്തിന് പണവുമുണ്ട്, വിശാലമായ പദ്ധതികളുണ്ട്, ജനകീയ അടിത്തറക്ക് വലുപ്പം കൂടുന്നുമുണ്ട്. പക്ഷേ കുന്നോളം ആഗ്രഹിച്ചാലും കുന്നിക്കുരുവോളം പോലും എത്താനാകാത്ത വിധം അവരെ പിന്നോട്ടെടുപ്പിക്കുന്നത് മൂപ്പിളമ തർക്കവും ഗ്രൂപ്പിസവുമാണ്. എക്കാലവും അതങ്ങനെയായിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകളെ പറ്റി വേണ്ട ധാരണയില്ലാത്ത രണ്ട് നേതാക്കളാണ് ഇപ്പോൾ സംസ്ഥാന BJPയുടെ മുഖ്യ മുഖങ്ങൾ. രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും പാർട്ടിയുടെ കടിഞ്ഞാണിനായി പോരാടാം. പക്ഷേ ഈ ചേരിപ്പോരിനിടെ എയിംസ് പോലെയുള്ള സ്വപ്ന പദ്ധതികൾ കേരളത്തിന് നഷ്ടമാകരുത് എന്ന് മാത്രമേ RDXന് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇടവേളയിലേക്ക്.